الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون وفي أموالهم حق للسائل والمحروم. اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാന്യരായ വിദ്യാർത്ഥികളെ, ഒരു വിശ്വാസിയുടെ മഹത്വം എന്ന് പറയുന്നത് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസൂലിനോടായി ജിബ്രീൽ പറയാണ്, ഖാല ജിബ്രീൽ അലൈഹി സലാം ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് അവിടുന്ന് പറയുന്നത്? വഅലം അന്ന ശറഫൽ മുഅ്മിനി ഖിയാമുഹു ബില്ലൈൽ വഇസ്സുഹു ഇസ്തിഗ്നാഉഹു അനിൻ നാസ്. മുഹമ്മദ് നബിയോട് പറയാണ്, താങ്കൾ അറിയണം, തീർച്ചയായും ഒരു മുഅ്മിനിന്റെ മഹത്വം അവന്റെ രാത്രി നിസ്കാരമാണ്. ഒരു മുഅ്മിനിന്റെ മഹത്വം അവന്റെ രാത്രി നിസ്കാരമാണ്. അവന്റെ ഇസ്സത്ത്, പ്രതാപം, അന്തസ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ ധന്യനാകലാണ് എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നിലനിർത്തിപ്പോരേണ്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലോകരുടെ നേതാവായ മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഇശാ നിസ്കാരത്തിന് ശേഷം ഏകദേശം സുബ്ഹി വരെയുള്ള ദീർഘമായ ഒരു സമയം, രാത്രിയുടെ സമയം. ആ രാത്രിയുടെ സമയത്തിൽ ഖിയാമുൽ ലൈലായി, വിത്റായി, ഉറങ്ങി എഴുന്നേറ്റിട്ട് തഹജ്ജുദായി, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ വരാനിരിക്കുന്ന, നമ്മൾ ചെന്ന് ചേരാനിരിക്കുന്ന വിശുദ്ധ റമദാനിലെ ഖിയാമു റമദാനായി, അതല്ല വിശ്രമിച്ച് ഇടയിൽ വിശ്രമത്തോടു കൂടിയുള്ള നിസ്കാരമായതുകൊണ്ട് സ്വലാത്തു തറാവിഹായി, വ്യത്യസ്ത പേരുകളിലായി ഞാനും നിങ്ങളും നിർവഹിക്കേണ്ട 365 ദിവസവുമുള്ള ഒരു നിസ്കാരമാണ് രാത്രി നിസ്കാരം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ ഒരാൾ, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് അറഅയ്ത ഇൻ ഷഹിദതു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് وصليت الصلوات الخمس وأديت الزكاة وصمت رمضان وقمته فممن أنا.
നബിയെ, അല്ലാഹുവല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റാരുമില്ലെന്നും അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഞാൻ നിസ്കരിക്കാം, സക്കാത്ത് കൊടുക്കാം, പരിശുദ്ധ റമളാനിന്റെ രാത്രിയിൽ, പരിശുദ്ധ റമളാനിന്റെ പകലിൽ നോമ്പ് നോൽക്കുകയും വഖുംതുഹു, ഞാൻ അതിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അന, അപ്പോൾ ഞാൻ ആരുടെ കൂടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി മിനസ്സുദ്ദീഖീന വശുഹദാ, താങ്കൾ സുദ്ദീഖുകളോടും ശുഹദാക്കളോടും ഒപ്പമാകുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, വളരെയധികം ഗൗരവത്തോടുകൂടി കൊണ്ടുപോകേണ്ടുന്ന ഒരു ഇബാദത്താണ് രാത്രി നിസ്കാരം എന്ന് പറയുന്നത്. വിശിഷ്യ നാം പ്രവേശിക്കാനിരിക്കുന്ന വിശുദ്ധ റമദാനിൽ ഇശാ നിസ്കാരത്തിന് ശേഷം, അതുപോലെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം നാം നിർവഹിക്കുന്ന സ്വലാത്തു തറാവിയഹ്, അത് അതിന്റെ ഭാഗമാണ്. നമ്മൾ അതിലേക്ക് പ്രവേശിക്കാനിരിക്കുന്നവരെന്ന നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ഗുണഗണങ്ങൾ, സിഫാത്തുകൾ വിവരിക്കുന്നിടത്ത് പറയുന്നതായി അള്ളാഹുവിന്റെ ഖുർആനിൽ കാണാം. എന്താണ് അവരുടെ പ്രത്യേകത? നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയിൽ രാവിലെ ഒന്നാമത്തെ സുബ്ഹി നിസ്കാരത്തിലെ ഒന്നാമത്തെ റക്അത്തിൽ ഓതിയ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതിയ സൂറത്തു സജ്ദയിൽ കാണാം. എന്ത്? തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഇ يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ഭയത്തോടും പ്രതീക്ഷയോടും കൂടി, അഥവാ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും തങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, അഥവാ നിസ്കരിക്കാനായി കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അവരുടെ പാർശ്വങ്ങൾ അകലുന്നതാണ്. അവർ രാത്രിയിൽ നിസ്കാരത്തിലാണ്, ഖിയാമുൽ ലൈൽ നിർവഹിക്കാനാണ് അവർ എഴുന്നേൽക്കുന്നത്. കാരണം അവർക്ക് അവരുടെ റബ്ബിൽ ഭയമുണ്ട്, അവർക്ക് അവരുടെ റബ്ബിൽ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, അവർക്ക് നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായം സൂറത്ത് സജ്ദയിലെ 16-ാമത്തെ ആയത്തിലൂടെ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന, വല്ലാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന, അള്ളാഹുവിനെ തൊട്ട് ഭയക്കുന്ന അവന്റെ അടിയാറുകളായ പുണ്യവാന്മാരായ ആളുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു തആല പറയുന്ന ഒരു കാര്യം, അവർ രാത്രിയിൽ നിസ്കരിക്കുന്നവരാണ് എന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാനിന്റെ 64-ാമത്തെ ആയത്തിൽ കാണാം, റഹ്മാനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടിയാറുകൾ, അവരുടെ ഗുണങ്ങൾ വിവരിക്കുന്നിടത്ത് കാണാം, വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, തങ്ങളുടെ റബ്ബിന് സുജൂദ് ചെയ്യുന്നവരായിക്കൊണ്ടും നിന്ന് നിസ്കരിക്കുന്നവരായിക്കൊണ്ടും രാത്രി കഴിച്ചു കൂട്ടുന്നവരുമാകുന്നു അവർ. നോക്കൂ നിങ്ങൾ, സുജൂദും ഖിയാമും എപ്പോൾ റമദാനിൽ മാത്രമല്ല, 12 മാസത്തിലെ രാത്രികളിലും, 12 മാസത്തിലെ രാത്രികളിലും. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് 365 ദിവസവും വിശ്വാസികൾ നിർവഹിക്കുന്ന ഒരു ഇബാദത്താകുന്നു ഖിയാമു റമദാൻ, അല്ലെങ്കിൽ തറാവിയഹ് എന്നൊക്കെ നമ്മൾ റമദാനിൽ പറയുന്ന, അതല്ലാത്ത മാസങ്ങളിലുള്ള ഖിയാമുൽ ലൈൽ, ഉറങ്ങിയെഴുന്നേറ്റാൽ തഹജ്ജുദ്, ഒറ്റയെ അവസാനിപ്പിച്ചാൽ വിത്ർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന രാത്രി നിസ്കാരം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സുബ്ഹാനക യാ അലീം. മുഹ്സിനുകളായ, സ്വർഗത്തിന്റെ അഹ്ലുകാരായ, ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകളുടെ ഗുണം പറയുന്നിടത്ത് ഇത് കാണാൻ പറ്റും. ഇന്നൽ മുത്തഖീന ഫീ ജന്നാതി വഉയൂൻ, തീർച്ചയായും തഖ്വ പാലിക്കുന്നവർ അവർ സ്വർഗത്തോപ്പുകളിലും ആ തോട്ടങ്ങളിൽ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളിലുമായിരിക്കും. ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർക്ക് അവരുടെ റബ്ബ് നൽകിയത് ഏറ്റുവാങ്ങിക്കൊണ്ട്. എന്താ കാരണം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർ ഇതിനു മുമ്പ് സുഹൃതം ചെയ്യുന്നവരായിരുന്നു, മുഹ്സിനീങ്ങളായിരുന്നു.
എന്താണ് സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ, സ്വർഗത്തിന്റെ തോട്ടങ്ങളിൽ, അതും താഴ്ഭാഗത്തുകൂടി പാലിന്റെ, കള്ളിന്റെ, തേനിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങളുടെ പുഴയോരങ്ങൾ, പുഴ ഒഴുകുന്നതിന്റെ മീതയായി സൗകര്യപ്രദമായ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ ജീവിക്കാൻ അവർക്ക് സൗഭാഗ്യം കിട്ടിയതിന്റെ കാരണം എന്താണ്? കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ. രാത്രിയിൽ നിന്ന് അല്പഭാഗമേ അവർ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. എവിടെയാണ് അവർ ഉറക്കമൊഴിച്ചിട്ട്? അള്ളാഹുവിന്റെ മുന്നിലാണ്, അള്ളാഹുവിന്റെ മുന്നിൽ നിസ്കാരത്തിലാണ്. വളരെ കുറഞ്ഞ സമയമല്ലാതെ അവർ ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഒരിക്കലും അവർ ഏതെങ്കിലും ചെസ്സിന്റെ, കാരംസിന്റെ, മൊബൈലിന്റെ, ടിവിയുടെ, ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളുടെ പാതിരാ പ്രോഗ്രാമുകളായി കാലങ്ങളിൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൊണ്ടു നടക്കുന്ന ഏതെങ്കിലും അനിസ്ലാമിക അനാശാസ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിലല്ല. അവരെവിടെയാണ്? അവർ രാത്രിയിൽ നിസ്കാരത്തിലാണ്. രാത്രിയിൽ അവർ നിസ്കാരത്തിലാണ്. അല്ലാഹു അക്ബർ. ആ കാരണത്താൽ അവർക്ക് സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ. പിന്നെയോ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അവർ അത്താഴത്തിന്റെ സമയത്ത്, സുഹൂറിന്റെ സമയത്ത് അവർ അവരുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്നവരാണ്. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സ്വത്തുക്കളിലാകട്ടെ ചോദിച്ചു വരുന്നവരും ഉപജീവനം തടയപ്പെട്ടവനും ഒരവകാശം ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്ന് 51-ാം അധ്യായം സൂറത്തു ദാരിയാത്തിന്റെ 15 മുതൽ 19 വരെയുള്ള ആയത്തുകളിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട വിഷയം അവർ രാത്രിയിൽ നിസ്കരിക്കുന്നവരാണ് എന്നതാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ രാത്രി നിസ്കാരം കൊണ്ട് നിരവധി ഗുണങ്ങളാണ് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് മനസ്സ് പാകപ്പെടാത്തത് കൊണ്ടോ എന്തോ അറിയില്ല, ആളുകൾ ഇപ്പോഴും ഈ വിഷയത്തെ തൊട്ട് അശ്രദ്ധരാണ്. റമദാനിൽ പോലും അശ്രദ്ധരാണ്. രാത്രി നിസ്കാരം നമ്മെ മാനസികവും ശാരീരികവുമായി ശക്തിപ്പെടുത്തുമെന്നാണ്. രാത്രി നിസ്കാരത്തിന്റെ ഫളലുകൾ പറയുന്നിടത്ത് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് കാണാം, ശക്തമായ ഹൃദയ സാന്നിധ്യം ഉണ്ടാകും. ഇടറാത്ത, പതറാത്ത, ഉറച്ച മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ ഒരിടത്തും താഴ്ന്നു കൊടുക്കുന്ന പ്രകൃതമല്ല. അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം, അള്ളാന്റെ മുന്നിൽ മാത്രം ഭയമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി ഒരാൾ മാറാൻ അയാൾക്ക് രാത്രി നിസ്കാരം സഹായകമാകും. മാത്രമല്ല, വാക്കിനെ കൂടുതൽ നേരെ നിർത്തുമെന്നാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, അല്ലാഹ് പറഞ്ഞാണ്. എവിടെ? വിശുദ്ധ ഖുർആനിലെ 73-ാം അധ്യായം സൂറത്ത് മുസ്സമ്മിൽ അതിന്റെ 1 മുതൽ 7 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നെന്താ? യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറയാ, ഓ വസ്ത്രം കൊണ്ട് മൂടിയവനെ, രാത്രി അല്പസമയം ഒഴിച്ച് എഴുന്നേറ്റെന്ന് നീ നിസ്കരിക്കുക. അതിന്റെ പകുതി, അതല്ലെങ്കിൽ അതിൽ നിന്നൊരൽപ്പം കൂടി കുറച്ചുകൊള്ളുക, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചുകൊള്ളുക. എങ്ങനെയാകണം? ഖുർആൻ തർത്തീലായി സാവകാശത്തിൽ പാരായണം നടത്തുകയും ചെയ്യുക. തീർച്ചയായും ഇന്നാ സനുൽഖി അലൈക ഖൗലൻ തഖീല, നിന്റെ മേലൊരു കനപ്പെട്ട വാക്കിട്ട് തരുന്നതാണ്. അത് വളരെ കനമുള്ളൊരു സംസാരമായിരിക്കും. അനന്തരാവകാശ നിയമങ്ങളും വിധിവിലക്കുകളും ശിക്ഷാവിധികളും സ്വഭാവ മര്യാദകളും മറ്റുമെല്ലാം ഉൾക്കൊള്ളുന്നതായിരിക്കും ആ കനപ്പെട്ട വാക്ക്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, തീർച്ചയായും രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കൽ. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല.
നമസ്കരിക്കൽ കൂടുതൽ ശക്തമായ ഹൃദയ സാന്നിധ്യം നൽകുന്നതും വാക്കിനെ കൂടുതൽ നേരെ നിർത്തുന്നതുമാകുന്നു. കാരണം എന്താ? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. അള്ളാഹുവിന്റെ റസൂൽ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയമൊഴിച്ച് ബാക്കിയൊക്കെ ദീർഘമായി നിസ്കരിക്കുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ ആധുനിക നിഫാഖ് ബാധിച്ച ചില മുസ്ലിമീങ്ങൾ പറയും അള്ളാഹിന്റെ റസൂലിന് പകല് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് രാത്രിയിൽ അല്പസമയം ഒഴിച്ച് ബാക്കിയൊക്കെ നിസ്കരിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ പറയും ആധുനിക ലോകത്ത് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല ദീന് പഠിക്കാതെ പ്രബോധനം ചെയ്യാൻ. അടുത്ത വരി എന്തറിയോ? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. തീർച്ചയായിട്ടും നിനക്ക് പകൽ സമയത്ത് ദീർഘമായ ജോലി തിരക്കുണ്ട്. ദീർഘമായ ജോലി തിരക്കുണ്ട്. നമ്മൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഏത് കാര്യം പറയുമ്പോഴും റസൂൽ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് നമ്മളത് ഫോളോ ചെയ്യണം. നബിയുടെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു, താബിഈകളും തബഉ തബഈകളും അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ നിഫാഖ് ബാധിച്ച, രോഗം ബാധിച്ച, ശിർക്ക് ബാധിച്ച, ഇസ്ലാമിന്റെ മൂല്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടില്ലാത്ത ഹൃദയത്തിന്റെ ഉടമകൾ വസ്വാസിന്റെ വർത്തമാനം പറയും, പരിഹാസത്തിന്റെ വർത്തമാനം പറയും. വല്ലാഹുൽ മുസ്തആൻ. നമ്മളെക്കാളും ജോലി തിരക്കുള്ളവരായിരുന്നു അവർ. നമുക്കെന്താ പണി? നമ്മളെ കുടുംബം പോറ്റൽ മാത്രമാണ്. നമുക്കെന്താ പണി? ബിസിനസ്സാണ്, കുടുംബം പോറ്റലാണ്, പിന്നെ സൗഹൃദങ്ങളാണ്. അള്ളാന്റെ റസൂലിന്റെ പണി എന്താ? കുടുംബം നോക്കണം, കുട്ടികളെ നോക്കണം, സമൂഹത്തിനോട് ഉത്ബോധനം നൽകണം, ദഅവത്ത് നടത്തണം. സ്വഹാബികളും അങ്ങനെ തന്നെയാണ്. നമ്മളിൽ നിന്ന് ആയിരക്കണക്കിന് ജോലികളാൽ അവർ വ്യാപൃതരാണ്. കൂടുതലായി നമുക്കൊരു പണിയുള്ളൂ, അവർക്ക് നേരം എടുത്താൽ 1000 പണികളാണ്. എന്നിട്ട് നിഫാഖിന്റെ ഹൃദയം ബാധിച്ചവൻ പറയാണ് അവർക്ക് പകല് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാഹുൽ മുസ്തആൻ. ഈ പണിയൊക്കെ ഉള്ള ആൾക്കാരാണ്, ദീനിന്റെ ദഅവത്തുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്, അതിനൊക്കെ കച്ചവടം ചെയ്യുന്നവരാണ്, അതിനൊക്കെ കൃഷി നടത്തുന്നവരാണ്, അതിനൊക്കെ കുടുംബം പോറ്റുന്നവരാണ്. ഇന്നാരാ രോഗിയെ കണ്ടത്? ഞാൻ. ഇന്നാരാ മയ്യത്ത് നിസ്കരിച്ചത്, മയ്യത്തിനെ അനുഗമിച്ചത്? അപ്പോഴും ഞാൻ. എന്ത് ചോദിച്ചാലും മുന്നിൽ നിൽക്കുന്നു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അദ്ദേഹവും രാത്രി ദീർഘമായി നിസ്കരിക്കുമായിരുന്നു. കുടുംബം നോക്കിയ, ജോലി ചെയ്ത, എല്ലാ കാര്യങ്ങളും ചെയ്ത ആള്. എന്നിട്ട് നമ്മൾ പറയാ അവർക്കൊന്നും പണി ഉണ്ടായിരുന്നില്ല. വല്ലാഹുൽ മുസ്തആൻ. ശരിക്ക് പണിയില്ലാത്തത് നമുക്കാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് ഈ വർത്തമാനങ്ങൾ നാവിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കെന്താ പണി? നമുക്കൊരു പണിയില്ല ശരിക്ക്. അതുകൊണ്ട് രാത്രി ഈ നിഅമത്തുകളൊക്കെ തന്ന അല്ലാഹുവിനെ സ്തുതിക്കാൻ, ശുക്ർ ചെയ്യാൻ, അവന്റെ മുന്നിൽ നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിക്കാൻ, അവനോട് അങ്ങേയറ്റം അടുക്കാൻ അള്ളാഹു തന്നൊരു നിഅമത്ത്, അവസരമാണ്. അൽഹംദുലില്ലാഹ്, ഒരു അനുഗ്രഹമാണ് ഈ രാത്രി നിസ്കാരം. അതുകൊണ്ട് ശീലമാക്കുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, രാത്രിയിലെ നിസ്കാരം എന്ന് പറഞ്ഞാല് അത് ആത്മനിയന്ത്രണത്തിനും ആത്മപരിശീലനത്തിനും അത് കൂടുതൽ ഉപകരിക്കുന്നതാണ്. മാത്രമല്ല ഏകാഗ്രതയും മനസ്സാന്നിധ്യവും ഉണ്ടാക്കുമെന്നാണ്. രാത്രി നിസ്കരിക്കുന്നവരിൽ കൂടുതൽ ഏകാഗ്രതയും മനസ്സാന്നിധ്യവും ഉണ്ടാക്കുമെന്നാണ്. നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയത് ആളുകൾക്ക് അതാണ്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും നഷ്ടപ്പെട്ടതാണ്. പല അധ്യാപകരും പരാതി പറയാറുണ്ട്, 1 മിനിറ്റ് ആ ബോർഡിൽ എഴുതി വെക്കുന്നതിലേക്ക് മനസ്സൊന്ന് ഉറപ്പിച്ച് വായിക്കാൻ ആധുനിക മക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് അധ്യാപകർ പരാതിപ്പെടുകയാണ്. കാരണം ഏകാഗ്രത കിട്ടുന്നില്ല എന്ന്. സബബ് വേറെയാണ്, പലതുമാണ്, പക്ഷെ വിഷയം പ്രധാനമാണ്. ഈ മനസ്സിന്റെ ഏകാഗ്രതക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയൊരു ഗിഫ്റ്റാണെന്ന് ഈ രാത്രി നിസ്കാരം എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു കാര്യം, ധാരാളക്കണക്കിന് നിഅമത്തുകൾ രാത്രി നിസ്കാരക്കാർക്കുണ്ടെന്നാണ്. അതിലേറ്റവും പ്രധാനം അള്ളാഹുവിന്റെ ഖുർബത്തിന് അത് കാരണമാകുമെന്നാണ്. നബി പറഞ്ഞ വാക്കെന്തൊരു, അലൈക്കും ബിഖിയാമിൽ ലൈൽ, അലൈക്കും ബിഖിയാമിൽ ലൈൽ. മുസ്ലിമീങ്ങളെ, റമദാനിൽ മാത്രമല്ല 365 ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുക? രാത്രി നിസ്കാരം പതിവാക്കുക. എന്താണ് അതിനെ കുറിച്ചുള്ള വിശദീകരണം?
വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ് വമൻഹാത്തുൻ അനിൽ ഇസ്മ വതക്ഫീറുൻ ലിസ്സയ്യാത്ത് വമത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്. നിശ്ചയമായും ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ, അത് നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ശീലമാണ്. സദ്വൃത്തരായി ലോകത്ത് ജീവിച്ചു പോയവരുടെ ശീലമാണത്. അത് നിങ്ങൾ തുടരണമെന്നാണ്. മാത്രമല്ല, അത് അള്ളാഹുവിനോടുള്ള സാമീപ്യം സിദ്ധിക്കലാണ്. കൂടാതെ അത് തിന്മകളിൽ നിന്നും തടയുന്ന സുരക്ഷയാണ്. അതുമാത്രമല്ല, നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന പ്രായശ്ചിത്തമാണ്. എല്ലാറ്റിനേക്കാളും ഉപരി ശരീരത്തിൽ നിന്നും രോഗത്തെ ആട്ടിയകറ്റുന്ന രോഗശമനമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതിനെ കുറിച്ചാണ് നബി ഇതൊക്കെ പറഞ്ഞത്? രാത്രി നിസ്കാരത്തെ കുറിച്ചാണ് ഇമാം തിർമിദി 3549 നമ്പറായി ഉദ്ധരിച്ച ഹദീസ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നമ്മൾ എത്ര ജോലി തിരക്കുള്ളവരാണെന്ന് പറഞ്ഞാലും എല്ലാറ്റിൽ നിന്നും മാറി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല സമയമാണത്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക. മാത്രമല്ല, അത് ദിക്റുള്ളയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാ. അഖറബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈൽ في جوف الليل الآخر فإن استطعت أن تكون ممن يذكر الله في تلك الساعة فكن. നബി പറയുന്നതായി അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടു. എന്താണ്? റബ്ബ് അടിമയുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം രാത്രിയുടെ അന്ത്യയാമത്തിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ റബ്ബ് നമ്മോട് ഏറ്റവും അടുക്കുന്ന സമയം രാത്രിയുടെ അന്ത്യയാമത്തിലാണ്. ആയതിനാൽ ആ സമയം, ഏത് അന്ത്യസമയം, ഈ രാത്രിയുടെ അന്ത്യസമയം അത് ഏകദേശം സുഹൂറിന്റെ സമയമാണ്, അത്താഴത്തിന്റെ സമയമാണ്. നമ്മൾ തഹജ്ജുദിന് വേണ്ടി വിശ്വാസികൾ എണീക്കുന്ന സമയമാണ്. ആ സമയം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ ഉൾപ്പെടാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ അപ്രകാരം ചെയ്യുക എന്നാണ്. കാരണം എന്താ അറിയും? റബ്ബിനോട് കൂടുതൽ അടുക്കാൻ കാരണമാകുന്ന സമയം. അല്ലാഹു തആല അടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരികയും ചോദിച്ചോളൂ നൽകാം, പ്രാർത്ഥിച്ചോളൂ തരാം, പാപമോചനം തേടിക്കോളി പാപമോചനം തരാം, ദുനിയവിയും ഉഖ്റവിയുമായ ഏതൊക്കെ ചോദിച്ചാലും ലഭിക്കുമെന്ന് ഉറപ്പു പറഞ്ഞ സമയമാണത്. എന്തേ നമുക്ക് അള്ളാന്റെ മുന്നിൽ ഒന്ന് വണങ്ങി, ഒന്ന് കുമ്പിട്ട് റബ്ബിന്റെ മുന്നിൽ നിന്ന് എനിക്കും എന്റെ റബ്ബിനുമിടയിലുള്ള സ്വകാര്യത അതൊന്ന് നിലനിർത്താൻ നമുക്ക് ശ്രമിച്ചാൽ എന്താ? അൽഹംദുലില്ലാഹ്, അത് വലിയ നിഅമത്താണ് പ്രിയമുള്ളവരെ. കൂടാതെ അള്ളാഹുവിന് ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും അല്ലാഹു തആല എഴുതി വെക്കും ഇവരെ കുറിച്ച് തന്നെ. അതായത് നബി പറയാണ്, ഒരാൾ തന്റെ ഇണയെ, തന്റെ ഭാര്യയെ അല്ലെങ്കിൽ തന്റെ ഭർത്താവിനെ രാത്രി ഉറക്കിൽ നിന്ന് ഉണർത്തുകയും എന്നിട്ട് അവർ രണ്ടുപേരും ഒന്നിച്ച് 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവർ രണ്ടുപേരും ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഉൾപ്പെടും. അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരിലും സ്ത്രീകളിലും ഉൾപ്പെടുമെന്നാണ്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ 2 ആളും കൂടി എഴുന്നേറ്റിട്ട് ഷുഗറിന്റെ ലെവൽ കുറക്കാനും പ്രഷറിന്റെ ലെവൽ കറക്റ്റാക്കാനും 4-4:30 മണിക്ക് ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടക്കുന്നതിനെ കുറിച്ചും യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ വളരെ പ്ലാനാണ്. നീ മറക്കരുത്, നീ എണീക്കുമ്പോ എന്നെ വിളിക്കണം. എന്തിനറിയോ? കുറച്ച് വയറ് അടിയുണ്ടെന്ന് കുറക്കണോ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ, ശരീരത്തിൽ കൊഴുപ്പ് ലേശം കൂടുതലുണ്ട്, അതുകൊണ്ട് നീ പോരുമ്പോ ഞാനുണ്ട് ഗ്രൗണ്ട്, നമുക്ക് 2 കൂടി നടക്കാൻ. എന്തൊരു സജീവത എന്നറിയങ്ങൾ. രാവിലെ കണ്ടല്ലേ നിങ്ങൾ നോട്ടുമ്പോ, നമ്മളൊക്കെ പള്ളിക്ക് വരുമ്പോ ആൾക്കാർ നല്ല നീണ്ടു വലിഞ്ഞടക്കാണ്. എവിടേക്കാണ് നടത്തം? നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതിനൊക്കെ മനുഷ്യര് സമയം കാണുകയും ഇതിനൊക്കെ മനുഷ്യര് ഗൗരവം കാണുകയും ചെയ്യുന്നതിന് പകരം ഇതിലേക്കാളൊക്കെ ഗൗരവമുള്ള കാര്യമല്ലേ എന്റെ റബ്ബിന്റെ മുന്നിൽ. എടി, നമുക്ക് 2 അള്ളാന്റെ മുന്നിലും നിൽക്കാം. അതിനൊരു സമയം നിശ്ചയിക്കാൻ എന്താ പറയുള്ള ഒരു പ്രയാസം നമുക്ക്. അള്ളാഹുവിന്റെ മുന്നിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഒരു സമയം നിശ്ചയിക്കുന്നതിന് എന്താ പ്രിയമുള്ളവര് നമുക്ക് നഷ്ടമുള്ളത്? എന്താണ് നഷ്ടമുള്ളത്? ഒന്നാലോചിച്ച് നോക്കിയാൽ ഒരു നഷ്ടമല്ല. മനസ്സാണ് പ്രധാനം. അതില് ഒന്നും നടക്കൂല. മാത്രമല്ല, അള്ളാഹു അഭിമാനത്തോടെ പറയുമെന്നാണ് രാത്രി നിസ്കാരത്തെ കുറിച്ച്, നടത്തക്കാരെ കുറിച്ചല്ല പറഞ്ഞത്, രാത്രി നിസ്കാരക്കാരെ കുറിച്ച് പറയും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അജിബ റബ്ബുനാ മിൻ റജുലൈൻ, നമ്മുടെ റബ്ബ് രണ്ടാളുകളുടെ കാര്യത്തിൽ അത്ഭുതപ്പെടും. അള്ളാഹ്ക്ക് അജബാണ്, അള്ളാഹ്ക്ക് ഇവരുടെ വിഷയത്തിൽ അത്ഭുതമാണ്. അതിലൊരാളാരാണ്? റജുലിൻ ഥാറ അൻ വിത്വാഇഹി വലിഹാഫിഹി മിൻ ബൈന ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി. ഒന്ന്, രാത്രി തന്റെ കുടുംബത്തിൽ നിന്നും ഇണയുടെയും ഇടയിൽ നിന്നും എഴുന്നേറ്റ്, കുടുംബത്തിൽ നിന്നും ഇണയുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റ് വിരിപ്പും പുതപ്പുമെല്ലാം നീക്കി നിസ്കരിക്കാൻ നിൽക്കുന്ന വ്യക്തിയാണ്. തൊട്ടപ്പുറത്ത് ഭാര്യയുണ്ട്, അല്ലെങ്കിൽ ഭർത്താവുണ്ട്, അയാളെ തട്ടിമാറ്റിയിട്ട് വിരിപ്പ് തട്ടിമാറ്റിയിട്ട് ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് വുളു കൊടുത്ത് നിസ്കരിക്കുന്ന വ്യക്തിയുടെ വിഷയത്തിൽ അല്ലാഹു അത്ഭുതം കൊള്ളുന്നു എന്നാണ്. അല്ലാഹു അത്ഭുതം കൊള്ളുന്നു എന്നാണ്. എന്നിട്ടോ അള്ളാഹു അവനെ സംബന്ധിച്ച് മലക്കളോട് അത്ഭുതത്തോടു കൂടി പറയും, അഭിമാനത്തോടു കൂടി പറയും, അഭിമാനത്തോടു കൂടി, ഉൻദുറു ഇലാ അബ്ദി, ഉൻദുറു ഇലാ അബ്ദി. എന്താണ്? ഥാറ അൻ ഫിറാശിഹി വവിത്വാഇഹി മിൻ ബൈന ഹിബ്ബിഹി വഅഹ്ലിഹി ഇലാ സ്വലാത്തിഹി റഗ്ബതൻ ഫീമാ ഇൻദി വശഫഖതൻ മിമ്മാ ഇൻദി. മലക്കളോട് പറയും, എന്റെ പക്കലുള്ള നിഅമത്തുകൾ ആശിച്ചും എന്റെ ശിക്ഷയെ ഭയന്നും നിസ്കരിക്കുന്ന എന്റെ അടിമയെ നോക്കൂന്നാണ്. എന്റെ അടിമയെ നോക്കുന്നു. കാരണം എന്താ? അവനവന്റെ ഇണയെ മാറ്റിവെക്കൂ, വിരിപ്പിനെ മാറ്റിവെച്ചു, പുതപ്പ് മാറ്റിവെച്ചു, എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. അവൻ നിങ്ങളൊന്ന് നോക്കിൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരാള് നമ്മളെ പുകഴ്ത്തുന്നു എന്നറിയുമ്പോ പോലും നമുക്ക് എത്ര അഭിമാനാണത്. നമ്മൾ ചെയ്തൊരു നല്ല പ്രവൃത്തി റിയാഉം സുമഅത്തൊന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല, റിയാഉം സുമഅത്തും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. എന്നിട്ട് നമ്മളോട് ഒരാൾ പറയണം അയാൾ ആ ചെയ്ത കാര്യം നല്ലതാണെന്ന് ഒരാൾ പറഞ്ഞാൽ നമ്മൾ എത്ര സന്തോഷിക്കും, നമ്മൾ എത്ര സന്തോഷിക്കും. എന്നാൽ റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പുകഴ്ത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ ഒരു അമൽ, ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എത്രയാണ് പ്രിയമുള്ളവരെ. രാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ എന്തുണ്ട്? എന്റെ റബ്ബ് മലക്കുകളോട് പറയുന്ന ഒരു വരി എന്റെ മനസ്സിനകത്ത് വരുമ്പോഴുണ്ടാകുന്ന ഒരു അനുഭൂതി, അത് ഈ ദുനിയാവെന്ന് കിട്ടാത്തൊരനുഭൂതിയാണ്, ദുനിയാവെന്ന് കിട്ടാത്തൊരനുഭൂതിയാണ്. നമുക്ക് വേണ്ടത് അതാണ്. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ചോദിക്കപ്പെട്ടു, സുഇല അയ്യ സ്വലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ, നബിയെ നിർബന്ധ നിസ്കാരങ്ങൾക്ക് ശേഷം നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ്? ഖാല, നബി പറഞ്ഞു, സ്വലാത്തുൽ ലൈൽ, രാത്രി നിസ്കാരമാണ്. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് ഉദ്ധരിച്ച സ്വീകാര്യമായ റിപ്പോർട്ടാണ്. രാത്രി നിസ്കാരമാണ്. അപ്പൊ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും അഫ്ളലായത് രാത്രി നിസ്കാരമാണ്. ഇത് പല ഭാഗത്തും ഇമാം മുസ്ലിം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ വീണ്ടും കാണാം, വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർള് നിസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം രാത്രി നിസ്കാരമാണെന്ന്. ഈ രാത്രി നിസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നറിയോ, അവർക്ക് വെളിച്ചമുള്ള ഒരു മുഖമുണ്ടാകുന്നതാണ്. വെളിച്ചമുള്ളൊരു മുഖം, ഒരു മുഖത്തൊരു നൂറുണ്ടാകും. രാത്രി നിസ്കാരക്കാർക്ക് അല്ലാഹു തആല നൽകുന്നൊരു സമ്മാനാണ്. ദുനിയാവിലും ആഖിറത്തിലും അവരെ മുഖത്ത് വെളിച്ചമുണ്ടാകുന്നുണ്ട്. പരലോകത്ത് വരുന്ന ചില ആളുകളുടെ മുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടു തരം മുഖമുണ്ട്. ഇരുണ്ട രാവിന്റെ കഷ്ണങ്ങളെ പോലെ എന്ന് അല്ലാഹു പറഞ്ഞൊരു മുഖമുണ്ട്. അതുപോലെ വെളുത്ത് തുടുത്ത മുഖത്തിന്റെ ഉടമകൾ, പ്രകാശം പൊഴിക്കുന്ന ഉടമകൾ. വിശുദ്ധ ഖുർആനിൽ കാണാം, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അഥരി സുജൂദ്, സുജൂദിന്റെ ഫലമായി
അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിലുണ്ട് എന്നാണ്. 48-ാം അധ്യായം സൂറത്ത് ഫത്ഹിന്റെ 29-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് പ്രധാനമായി 2 തഫ്സീറുകൾ കാണാൻ പറ്റും. ഒന്ന് ഇമാം സുദ്ദി റഹ്മഹുല്ലാ, താബിഈകളിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം പറയാണ് അസ്സലാത്തു തുഹസ്സിനു വുജൂഹഹും, നിസ്കാരം അവരുടെ മുഖങ്ങൾ നന്നാക്കിയിരിക്കുന്നതാണ്. ഇമാം ഇബ്നു കത്തീർ റഹ്മഹുല്ലാ ഉദ്ധരിച്ച തഫ്സീറാണ്. നിസ്കാരം അവരുടെ മുഖങ്ങളെ നന്നാക്കിയിരിക്കുന്നു എന്നാണ്. വല്ലാത്തൊരു വാക്കാണ്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് ലാഹത് അലാമാതു തഹജ്ജുദി ബില്ലൈൽ വഅമാറാതു സഹർ, പകലിലെ നോമ്പും രാത്രിയിലെ ഉറക്കമൊഴിച്ചുള്ള നിസ്കാരവും കാരണം അവരുടെ മുഖങ്ങൾ തിളങ്ങുന്നുണ്ടെന്നാണ് എന്നാണ് ഈ ആയത്തിന്റെ തഫ്സീർ എന്ന അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളായ മുഫസ്സിറുകൾ പറയാണ്. രാത്രി നോമ്പാണ്, പകൽ നോമ്പാണ്, രാത്രി നിസ്കാരമാണ്. നമ്മൾ ഇനി പ്രവേശിക്കാനിരിക്കുന്നത് അങ്ങനത്തെ ഒരു മാസത്തേക്കാണ്. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഇത് വളരെ ഗൗരവമുള്ള ഒരു ചർച്ചയാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു വിഷയമല്ല. ദീനിലെ ഏത് കാര്യവും വളരെ പ്രാധാന്യമുള്ളതാണ്. എത്രത്തോളം വെച്ചാല് ഈ രാത്രി നിസ്കാരക്കാർക്ക് കിട്ടുന്ന വലിയ ഗുണം സ്വർഗത്തിൽ പറയുന്ന ഒരു ഭാഗം എന്തറിയോ? ഇന്ന ഫിൽ ജന്നത്തി ഔറഫൻ തുറാ ളുഹൂറുഹാ മിൻ ബുത്തൂനിഹാ വബുത്തൂനുഹാ മിൻ ളുഹൂരിഹാ. സ്വർഗത്തിൽ ചില മുറികളുണ്ട്, അറകളുണ്ട്. അവയുടെ പുറം ഭാഗം അകത്തിരുന്നും അകത്തളങ്ങൾ പുറത്തു നിന്നും കാണാനാണ്. അപ്പോ ഇത് പറഞ്ഞപ്പോ ഒരു അറാബി എഴുന്നേറ്റ് ചോദിച്ചു, ഫഖാല ലിമൻ ഹിയ യാ റസൂലുള്ളാഹ്, നബി അത് ആർക്കുള്ളതാണ്? ഈ അകത്തുനിന്ന് പുറത്തുനിന്ന് അകൊക്കെ കാണുന്ന രീതിയിൽ സ്വർഗത്തിലെ ഈ മുറികൾ ആർക്കുള്ളതാണ്? അപ്പൊ നബി പറഞ്ഞ വാക്കെന്തറിയോ? അല്ലാഹു തആല ഇത് പാലിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലിമൻ അതാബൽ കലാം വഅത്അമ അത്'ആം വഅദാമ അസ്സിയാം വസല്ല ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം. നല്ലത് സംസാരിക്കുന്നവർക്ക്, അതുപോലെ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നവർക്ക്, സ്ഥിരമായി നോമ്പ് നിൽക്കുന്നവർക്ക്, ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്തവർക്കാണ് അത് ലഭിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു. നമ്മൾ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റക്കായിരിക്കും. രാത്രി എഴുന്നേറ്റ് ഒരു 4:30 മണിക്ക് എഴുന്നേറ്റു, അല്ലെങ്കിൽ 5 മണിക്ക് എഴുന്നേറ്റ്, ബാങ്ക് കൊടുക്കാൻ ഒരു അരമണിക്കൂർ കൂടി ഉണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ. 5 മണിക്ക് എഴുന്നേറ്റു, എല്ലാ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ ചെയ്തു, കർമ്മങ്ങളൊക്കെ ചെയ്ത് നേരെ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ ഒറ്റക്കാണ്. എന്ന് അള്ളാന്റെ റസൂൽ പറയാണ്, ആ നിസ്കാരത്തിൽ നിങ്ങളുടെ കൂടെ മലായിക്കത്തുകൾ പങ്കെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി നിസ്കാരത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ മലക്കുകൾ ഉണ്ടാകുന്നതാണ്. എന്താ? അയ്യുക്കും ഖാഫ അല്ലാ യഖൂമ മിൻ ആഖിരിൽ ലൈൽ فليوتر ثم ليرقد ومن وثق بقيام من الليل فليوتر من آخره فإن قراءة آخر الليل محظورة وذلك أفضلنا. രാത്രിയുടെ അന്ത്യയാമത്തിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല എന്ന് ഭയപ്പെടുന്നവർ രാത്രിയുടെ ആദ്യ സമയത്തന്നെ വിത്രിസ്കരിക്കട്ടെ. അത് രാത്രി എഴുന്നേൽക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു പണിയാണ്. അയാൾ രാത്രിയുടെ ആദ്യത്തിൽ നിസ്കരിക്കട്ടെ. അപ്പോഴും രാത്രി നിസ്കാരമാണല്ലോ. ഇനി അതല്ല, അവസാന യാമത്തിൽ ഏകദേശം ഈ സുഹൂറിന്റെ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കും എന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ അപ്പോൾ അവർ വിത്ർ നിസ്കരിക്കട്ടെ. എന്താ മെച്ചം? രാത്രിയുടെ അവസാന യാമത്തിലുള്ള നിസ്കാരത്തിൽ മലക്കുകൾ പങ്കെടുക്കും എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതാണ് ഏറ്റവും ഉത്തമമായ സമയം എന്ന് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ 755-ാമത്തെ നമ്പർ ഹദീസിൽ പറയാം. ശരി, ഒരുപാട് ഫളലുകളും ഷറഫുകളും ഞാൻ പറയാത്തതും നിങ്ങളൊരു പക്ഷെ കേട്ടതുമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് രാത്രി നിസ്കരിക്കാൻ ആളുകൾക്ക് കഴിയാത്തത്? ഹലോ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് രാത്രി നിസ്കരിക്കാൻ ആളുകൾക്ക് കഴിയാത്തത്? നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്താ നമുക്ക് രാത്രി എഴുന്നേൽക്കാൻ കഴിയാത്തത്? രാവിലെ 3:30 മണിക്ക് സ്കൂളിൽ നിന്ന് ടൂർ ഉണ്ടെന്ന് പറഞ്ഞാല് തലേന്ന് മക്കൾ ചിലപ്പോൾ ഉറങ്ങാനല്ല. കാരണം എന്താ? ഇത് മനസ്സിലിതാണ് അല്ലെ. പെറ്റെന്ന് പെങ്ങളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ മക്കളെ കല്യാണം ഉണ്ടെന്നാലും തലേന്ന് ഉറങ്ങാൻ തന്നെ കഴിയില്ല ആൾക്കാർ. കാരണം എന്താ? ഇതിൻ്റെതായ ഒരു ലോകത്താണ്. എന്നങ്ങളൊന്ന് അടിച്ചോക്കെ, അള്ളാന്റെ സ്വർഗം നമുക്ക് കിട്ടാനുണ്ട് എന്ന് പേർത്തും അല്ല പറഞ്ഞിട്ടും എന്തുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അതിൽ ഒരുങ്ങാൻ കഴിയണില്ല? അവസരം കിട്ടിയിട്ട് പോലും ഒരുങ്ങാൻ കഴിയണില്ല. അപ്പോഴും തമാശയാണോ, ശരിയാണോ, വർത്താനാണോ? എന്തുകൊണ്ടാണത്? ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് എഴുന്നേൽക്കാനും നിസ്കരിക്കാനും ഒരു യഥാർത്ഥ മുഅ്മിനിന് മാത്രമേ സാധിക്കുള്ളൂ. കാരണം എന്താ അറിയോ? ഗാഢമായ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നുള്ളത് ഒരു തരം ജിഹാദാണ്.
ഒരുതരം ജിഹാദാണ്. മുഅ്മിനല്ലാതെ ജിഹാദ് നിർവഹിക്കാൻ കഴിയില്ല. ഇനി രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന ഈ ജിഹാദിന് സാധ്യമാകാത്തതിന്റെ കാരണം എന്താ ഞങ്ങള് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അത് പറഞ്ഞിട്ട് ഖുത്ബ. സലഫ് സ്വാലിഹ്യങ്ങളായ പണ്ഡിതന്മാര് പറഞ്ഞ കാര്യം എന്താ ഞങ്ങള് രാവും പകലും ചെയ്തു കൂട്ടിയ പാപങ്ങളാണ് ഒരു മനുഷ്യനെ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽപ്പിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നത് എന്നാണ്. പാപങ്ങളാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ല പ്രസിദ്ധനാണ്. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എനിക്ക് രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കാനാകണില്ല, എനിക്കൊരു വഴി പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്ന് വെച്ചാല്, പകലിൽ നീ അല്ലാഹുവിനെ ധിക്കരിക്കരുത്. കാരണം അവനാണ് രാത്രിയിൽ അവന്റെ മുന്നിൽ നിൽക്കാൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത്. അതൊരു ശ്രേഷ്ഠതയാണ്. തെറ്റുകാരൻ ആ ശ്രേഷ്ഠത ലഭിക്കൂല എന്നാണ്. ഹറാമ് ചെയ്തവന് രാത്രി നിന്ന് നിസ്കരിക്കാൻ കഴിയൂല എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. എന്തേ രാത്രി നിസ്കരിക്കാൻ കഴിയാത്ത വെച്ചാൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന തിന്മകളാണ്. പ്രിയമുള്ളവരെ, രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ നമുക്ക് തടസ്സം. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, എന്റെ ഒരു പാപം, മഹാനായ പണ്ഡിതനാണ്, അഇമ്മത്തുകളിൽപ്പെട്ട ആളാണ്, അഹ്ലുസുന്നത്തിന്റെ ഇമാമാണ്. അദ്ദേഹം പറയാണ്, എന്റെ ഒരു പാപം എനിക്ക് 5 മാസത്തോളം രാത്രി നിസ്കാരത്തിന് തടസ്സമായിട്ടുണ്ട്. അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. 5 മാസം രാത്രി നിസ്കാരത്തിന് തടഞ്ഞു. എന്നിൽ സംഭവിച്ചൊരു പാപം എന്നാണ്. ഇത് തുറന്നു പറഞ്ഞിരണം അവര്. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, രാത്രി നിസ്കരിക്കാനും പകല് നോമ്പ് നോൽക്കാനും നിനക്കാകുന്നില്ലെങ്കിൽ നീ മനസ്സിലാക്കണം, നിന്റെ പാപങ്ങളുടെ തടവറയിൽ കാരാഗ്രഹത്തിൽ നീ ബന്ധിതനാണെന്ന വിവരം നിനക്കുണ്ടാകട്ടെ എന്നാണ്. അത് തിന്മയിൽ കഴിച്ചുകൂട്ടുന്ന ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ കഴിയൂല എന്നാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാര് മുഴുവനും പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അള്ളാഹുവിലേക്ക് മുഴുവൻ പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് നമ്മൾ ഈ നന്മയിലേക്ക് മുന്നിടാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ വല്ലാഹി ഞങ്ങളോട് പറയട്ടെ, പരിശുദ്ധ റമദാനിലെ രാത്രി നിസ്കാരം പോലും നമുക്കൊരു ഭാരമായി തീരും. നിങ്ങൾ ശ്രദ്ധിച്ചോളിനി. ഇൻഷാ അല്ലാഹ് നമ്മൾ ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരത്തിന് വേണ്ടി സ്വലാത്തു തറാവീഹിന് വേണ്ടി നമ്മൾ സ്വഫ് ഒരുക്കിയാൽ ആദ്യത്തെ ഒരു 5-8 ദിവസത്തെ സ്വഫ് പിന്നീട് കാണാതാകുന്നു. എവിടെ പോയത്? എന്തേ അങ്ങനെ സംഭവിക്കുന്നത്? ഓരോ ദിവസം സ്വഫിന്റെ എണ്ണം കൂടുന്നതിന് പകരം സ്വഫിന്റെ എണ്ണം കുറയുന്നത് എന്തുകൊണ്ടാണ്? പാപങ്ങളുമായി ഞാനും നിങ്ങളും മല്ലിടുന്നതിന്റെ ദുരന്ത ഫലമാണത്. വല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്ത് എല്ലാ തിന്മകളിൽ നിന്നും അകന്ന് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളവരായി മാറുന്നിടത്ത് റബ്ബ് നൽകുന്നൊരു അനുഗ്രഹമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാന്നുള്ളത്. ഇനി ഒരാൾ ഉറക്കത്തിലോ മറ്റോ അങ്ങനെ സ്വാഭാവികമായി പെട്ടുപോയാൽ പകരം അയാൾക്ക് പകലിൽ ഈ നിസ്കാരം ഖളാ വീട്ടാം എന്ന് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കുന്ന ആളുകൾ അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും ഖിയാമുൽ ലൈൽ നിർവഹിക്കാനും ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിൽ വിശിഷ്യ ഖിയാമു റമദാൻ അല്ലെങ്കിൽ സ്വലാത്തു തറാവീഹ് അത് നിർവഹിക്കാനും ഒക്കെ തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ അല്ലാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിച്ചവനെ കണ്ടുമുട്ടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل وسلم على نبينا محمد.